പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞാൻ അബ്ദുറഹ്മാൻ നഗർ ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡ് മെമ്പർ. പേര് ജിഷ. 2020-25 വർഷക്കാലത്ത് ഭരണസമിതിയിൽ മത്സരിച്ച് പങ്കെടുക്കുകയും ഭരണസമിതിയിൽ അംഗമാവുകയും ചെയ്തു. ഈ ഒരു 5 വർഷക്കാലത്തിനുള്ളിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എന്ന ഒരു സ്ഥാനം കൂടി നിർവഹിക്കേണ്ടതായി വന്നു. ഈ ഒരു കാലത്തിനുള്ളിൽ എൻ്റെ നാടിനും എൻ്റെ വലിയപറമ്പ് എന്ന വാർഡിനും വേണ്ടി ഒട്ടുമിക്ക സേവനങ്ങളും ഒട്ടുമിക്ക വികസനങ്ങളും കൊണ്ടുവരാൻ എനിക്ക് സാധിച്ചു. അതിൻ്റെ ഭാഗമായാണ് ഞാൻ ഇന്ന് ഈ ഒരു ബിൽഡിങ്ങിൽ ഇവിടെ നിൽക്കുന്നതും. ഏറെ സന്തോഷത്തോടെ ഏറെ അഭിമാനത്തോടെ നിങ്ങൾക്ക് മുന്നിൽ കാഴ്ചവെക്കാനുള്ള ഒരു വികസനമാണ് GLPS പുകയൂരിന് വേണ്ടി ഞാൻ പഞ്ചായത്ത് ഫണ്ടിലും അതുപോലെ സർക്കാർ ഫണ്ടും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു ബിൽഡിങ്ങും നമുക്ക് ചുറ്റും കാണുന്ന ഈ ചുറ്റുമതിലും വൻ കവാടവും എല്ലാം സ്കൂളിന് വേണ്ടി ഉൾപ്പെടുത്താനും വികസനത്തിൽ ഉൾപ്പെടുത്താനും സാധിച്ചു. ഒപ്പം കുട്ടികളുടെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും അക്കാദമികമായ വികസനം കൊണ്ടുവരുന്നതിനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിച്ചു. കുട്ടികൾക്ക് ആവശ്യമായ ഫർണിച്ചർ, അതുപോലെ സ്പോർട്സ് കിറ്റ്, കുടിവെള്ള സൗകര്യം, മറ്റ് എല്ലാവിധ രീതിയിലുള്ള സഹായങ്ങളും വികസനവും നമ്മുടെ GLPS പുകയൂരിനായിട്ട് എത്തിക്കാൻ സാധിച്ചു. നമ്മുടെ 1-ാം വാർഡിലെ അഭിമാനമായി മാറിയ ഒരു സ്കൂളാണ് GLPS പുകയൂർ എന്നത്. ഈ സ്കൂളിന് വേണ്ടി പഞ്ചായത്തിൽ നിന്ന് മാത്രം 27 ലക്ഷത്തിന് പുറമേയുള്ള ഫണ്ട് വകയിരുത്താൻ സാധിച്ചു. ഒപ്പം ഈ ഒരു ബിൽഡിങ്ങും ഏറെ അഭിമാനത്തോടെ ഞാൻ എപ്പോഴും ചൂണ്ടിക്കാണിക്കുന്ന ഒരു വികസനമാണ്. സ്കൂളിൻ്റെ ഭാഗത്തുനിന്നും നമുക്ക് എപ്പോഴും സഹകരണം ഉണ്ടായിട്ടുണ്ട്. അത് അവരുടെ ആവശ്യങ്ങൾക്കും അനുസരിച്ച് നിന്നുകൊടുക്കാൻ മെമ്പർ എന്ന നിലയിലും എനിക്കും സാധിച്ചു എന്നതിൽ ഏറെ ചാരിതാർത്ഥ്യമുണ്ട്. ഒപ്പം നമ്മുടെ വലിയപറമ്പ് വാർഡിന് വേണ്ടി, നമ്മുടെ വലിയപറമ്പിൻ്റെ വികസനത്തിന് വേണ്ടി ഒത്തിരി മേഖലകളെ തൊട്ട് കാണിക്കാനും സൂചിപ്പിക്കാനും നമുക്ക് വലിയപറമ്പ് വാർഡിന് വേണ്ടി സമർപ്പിക്കാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഏറ്റവും ആദ്യമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു പ്രദേശത്തിൻ്റെ സ്വപ്നമായിരുന്നു ഏനാവൂർ പൂതേരി റോഡ് എന്നത്. നടവഴി പോലും സാധ്യമല്ലാതിരുന്ന ഒരു പ്രദേശമായിരുന്നു നമ്മുടെ ഏനാവൂർ പ്രദേശം. ആ പ്രദേശത്തേക്ക് ആസ്തിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പുതുവഴി വെട്ടുകയും പുതു റോഡ് നിർമ്മിക്കുകയും അതിലേക്ക് 17 ലക്ഷത്തിന് പുറമെ ഫണ്ട് വകയിരുത്തിക്കൊണ്ട് ഒരു റോഡ് കോൺക്രീറ്റിംഗ്, സൈഡ് ഭിത്തി നിർമ്മാണം ഉൾപ്പെടെയുള്ള ഒരു പ്രദേശത്തിൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഭാഗമാകാൻ സാധിച്ചതിൽ ഏറെ അഭിമാനം കൊള്ളുന്നു. മറ്റൊന്ന് ഏറ്റവും സന്തോഷത്തോടെ നിങ്ങൾക്ക് വേണ്ടി പറയാൻ, നമ്മുടെ കർഷകർക്ക് വേണ്ടി നമ്മൾ വകയിരുത്തിയ ജില്ലാ പഞ്ചായത്തിൻ്റെ സഹായത്തോടു കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള 1 കോടി ഫണ്ട് വകയിരുത്തിക്കൊണ്ട് തരിപ്പയിൽ VCB എന്ന സ്വപ്നം നമ്മുടെ ഭരണസമിതിയിൽ കയറിയ കാലം തൊട്ട് കർഷകരുടെ ആവശ്യമായിരുന്നു ഒരു VCB അവർക്ക് നിർമ്മിക്കുക എന്നുള്ളത്. അത് സാധ്യമാക്കുകയും ജില്ലാ പഞ്ചായത്ത് മെമ്പർ സമീറ പുളിക്കൽ ഉൾപ്പെടെയുള്ള പഞ്ചായത്തിൻ്റെ ലിയാഖത്ത് അലി കാവുങ്ങൽ, മുൻ പ്രസിഡന്റ്, നിലവിലെ പ്രസിഡന്റ് റഷീദ് കൊണ്ടാണത്ത് തുടങ്ങിയവരുടെ സഹായത്തോടു കൂടി നമുക്ക് അത് സാധിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒപ്പം ഒത്തിരി വികസനങ്ങൾ വാർഡിലേക്ക് എത്തിച്ചിട്ടുണ്ട്. പഞ്ചായത്തിലെ മുഴുവൻ റോഡുകളും, നമ്മുടെ വലിയപറമ്പിൻ്റെ ഓരോ ഭാഗത്തേക്കുള്ള റോഡുകളും കോൺക്രീറ്റ് ചെയ്യുകയും എല്ലാ ഭാഗത്തേക്കും നമ്മുടെ പഞ്ചായത്തിൻ്റെ ഫണ്ട് വകയിരുത്തി വികസനത്തിലേക്ക് എത്തിക്കാനും സാധിച്ചിട്ടുണ്ട് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഏറ്റവും സന്തോഷത്തോടെ തന്നെയാണ് ജനങ്ങൾ എന്നെ ഏറ്റെടുത്തതും തിരിച്ചവർക്ക് എന്നാലാവുന്ന വിധം മാക്സിമം നല്ല രീതിയിൽ അവർക്ക് ഗുണഭോക്തൃ ആനുകൂല്യങ്ങളാണെങ്കിലും നമ്മുടെ പൊതു ആനുകൂല്യങ്ങൾ, പൊതു ആവശ്യങ്ങളെയും കണ്ടറിഞ്ഞുകൊണ്ട് തന്നെയാണ് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുള്ളത്. വിദ്യാഭ്യാസ മേഖലയ്ക്കും കാർഷിക മേഖലയ്ക്കും അതുപോലെ വാർഡ് ഗതാഗത ആവശ്യങ്ങൾക്കുമുള്ള മേഖലയിലേക്കാണ് കൂടുതൽ ഊന്നൽ നൽകിയിട്ടുള്ളത്. ഏറെ ആത്മസംതൃപ്തി തോന്നുന്നുണ്ട് സാമൂഹ്യ സേവന രംഗത്ത് നിറഞ്ഞു നിൽക്കാനും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കഴിവുകളും ഒപ്പം ഒരുപാട് ആർജവങ്ങൾ നേടിയെടുക്കാനും സാധിച്ച ഒരു മേഖലയായിരുന്നു ഈ ഒരു 5 വർഷം. ഈ ഭരണസമിതിയിൽ ഉൾപ്പെട്ടത് കൊണ്ട് തന്നെ ഒത്തിരി നേട്ടങ്ങൾ നാട്ടുകാർക്ക് വേണ്ടി ചെയ്യാൻ കഴിഞ്ഞു എന്ന ചാരിതാർത്ഥ്യമാണ് ഈ ഒരു ഭരണസമിതി അവസാനിക്കുന്നതോടുകൂടി എനിക്കുള്ളത്. 2020-25 എന്ന ഒരു കാലയളവ് ദൈവം തുണച്ചും നമ്മുടെ നാട്ടുകാർ തുണച്ചും ഓരോ വോട്ടേഴ്സും നമുക്ക് തുണച്ചുകൊണ്ട് ഏറ്റവും ഭംഗിയായി ഈ ഒരു കാലയളവിൽ എനിക്ക് പ്രവർത്തിക്കാനായി എന്നതാണ്. ഏറ്റവും മികച്ചൊരു ഭരണസമിതിയോടൊപ്പം അബ്ദുറഹ്മാൻ നഗർ ഗ്രാമപഞ്ചായത്ത് എന്ന ഭരണസമിതിയോടൊപ്പം പ്രവർത്തിക്കാനാവുകയും വാർഡിനും പഞ്ചായത്തിനും വേണ്ടി ഒത്തിരി സേവനങ്ങൾ നൽകാനും കഴിഞ്ഞു. ഒപ്പം ഒത്തിരി പഠിക്കാനും സമൂഹത്തിൽ പലതരത്തിലുള്ള വ്യക്തികളുമായും സമൂഹത്തിലെ മൂല്യങ്ങളെ തിരിച്ചറിയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇടപെടാനും കഴിഞ്ഞു എന്നതാണ്.
ഏറ്റവും അഭിമാനമായ നിമിഷം എന്ന് പറയുന്നത് ഞാൻ ഈ നിൽക്കുന്ന വേദി തന്നെയാണ്. വർഷങ്ങളായി വികസനങ്ങളൊന്നും എത്താതെ ഉള്ള ഒരു ഇടമാണ് നമ്മുടെ GLPS പുകയറി എന്നുള്ളത്. മെമ്പർ എന്ന നിലയ്ക്ക് ഒരുപാട് ഇടപെടലുകൾ നടത്തിക്കൊണ്ട് തന്നെയാണ് നമ്മുടെ സ്കൂളിൻ്റെ ഓരോ നേട്ടങ്ങൾക്കും പ്രവർത്തിക്കാൻ സാധിച്ചു എന്ന്, അത് നാട്ടുകാർക്ക് മുന്നിൽ കാണിക്കുന്ന രീതിയിലേക്കുള്ള ഒരു വികസനം എത്തിക്കാൻ സാധിച്ചു എന്ന് തന്നെയാണ് ഏറ്റവും അഭിമാനമായ ഒരു നിമിഷം എനിക്ക് പറയാനായിട്ടുള്ളത്. തീർച്ചയായും ഇനിയും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഞാൻ സന്നദ്ധയാണ്. ഒരു സ്ഥാനമോ മറ്റോ ഒന്നുമില്ലെങ്കിൽ നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടി, നമ്മുടെ വലിയപറമ്പിന് വേണ്ടി പ്രവർത്തിക്കാൻ ഞാൻ തയ്യാറാണ്. ഏറെ കാലങ്ങളായുള്ള പുതിയത്തുകാരുടെ ഒരു ആവശ്യമായിരുന്നു അവർക്ക് വേണ്ടി ഒരു നല്ലൊരു റോഡ്. നടവഴി പോലും ഏറെ ദുഷ്കരമായിരുന്ന ഒരു അവസ്ഥയിലായിരുന്നു നാം ഇപ്പോൾ നിൽക്കുന്ന ഈ ഒരു പ്രദേശം. ഒരുപാട് വ്യക്തിത്വങ്ങൾ സ്ഥലം വിട്ടു തരികയും ആ സ്ഥലം അത്രയും പഞ്ചായത്ത് ആസ്തിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പഞ്ചായത്ത് ഫണ്ട് തന്നെ വകയിരുത്തിക്കൊണ്ട് റോഡാക്കി, പുതു റോഡാക്കി മാറ്റുകയും അവ കോൺക്രീറ്റ് ചെയ്ത് വാസയോഗ്യം ആക്കുന്ന രീതിയിലേക്കും, നടവഴി എന്നതിലുപരി റോഡ് ഗതാഗതം ഏറ്റവും മെച്ചപ്പെട്ട രീതിയിലേക്കാക്കുന്ന രീതിയിലേക്കും നമ്മുടെ ഈ റോഡ് മാറ്റിയെടുക്കാൻ സാധിച്ചു. പുതിയത്ത് മൂച്ചിവിളപ്പ് തലാപ്തൊടുവിൽ MV മൊയ്തീൻകുട്ടി ഹാജി റോഡ് എന്ന സ്വപ്ന സാക്ഷാത്കാരം ഇവിടെ ഭംഗിയാക്കിയതിൽ ഏറെ അഭിമാനമുണ്ട്. ഒരു പ്രദേശത്തിൻ്റെ ഒരു പറ്റം ജനങ്ങളുടെ, മദ്രസ വിദ്യാർത്ഥികളുടെ ഉൾപ്പെടെയുള്ള ആവശ്യമായിരുന്നു നമ്മുടെ ഈ ഒരു റോഡ്. 2020-25 ഭരണസമിതിയുടെ അവസാന ഘട്ടത്തിലെത്തി നിൽക്കുമ്പോൾ ഏറെ അഭിമാനത്തോടെ നിങ്ങൾക്ക് മുന്നിൽ കാണിക്കാനുള്ള ഒരു വികസനമാണ് അണ്ടിവളപ്പിൽ വള്ളൽ റോഡ് എന്ന എൻ്റെ സ്വപ്ന പദ്ധതി. MLA ഫണ്ടും പഞ്ചായത്ത് ഫണ്ടും ഒരുപോലെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ പ്രദേശത്തുകാർക്ക് ഏറെ ഉപകാരപ്രദമാകുന്ന രീതിയിൽ സൈഡ് ഭിത്തി നിർമ്മിക്കുകയും ഒപ്പം തന്നെ നമ്മുടെ ഈ റോഡ് കോൺക്രീറ്റ് ചെയ്യാനുള്ള എല്ലാവിധ പദ്ധതികളും ആക്കി വെച്ചതിന് ശേഷമാണ് ഞാൻ ഈ ഭരണസമിതിയിൽ നിന്നും ഇറങ്ങാൻ പോകുന്നത്. പ്രിയപ്പെട്ടവരുടെ അവസാനമായി വീണ്ടും സൂചിപ്പിക്കാനുള്ളത്, 2020-25 വർഷ കാലയളവിൽ അബ്ദുറഹ്മാൻ നഗർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയിൽ കയറി അതിനോടൊപ്പം ഈ വാർഡിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് എല്ലാവിധ വികസനങ്ങൾക്ക് വേണ്ടി പരിശ്രമിച്ചു എന്ന ആത്മസംതൃപ്തിയോടെയും ഒട്ടുമിക്ക വാർഡിൻ്റെ എല്ലാ ഭാഗങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് പരിഗണിച്ചുകൊണ്ട് അവർക്ക് വേണ്ട അവരുടെ നാട്ടുകാരുടെ ആവശ്യങ്ങളെ കണ്ടറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കാനും ഒപ്പം മനസ്സറിഞ്ഞ് തന്നെ നാട്ടുകാരുടെ സ്നേഹവും സാമീപ്യവും നേടിയെടുക്കാനും സാധിച്ചു എന്ന ആത്മസംതൃപ്തി മാത്രമാണ് എനിക്ക് ഈ ഭരണസമിതിയിൽ നിന്ന് ഇറങ്ങുമ്പോഴുള്ളത്. 2020-25 തെരഞ്ഞെടുപ്പ് കാലത്ത് UDF സ്ഥാനാർത്ഥിയായി കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് കൈപ്പത്തി അടയാളത്തിലാണ് ഞാനെന്ന് ജിഷ മത്സരിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി തിരഞ്ഞെടുക്കാൻ പോകുന്ന പുതിയ ഭരണസമിതി അംഗങ്ങൾക്കും എല്ലാ സ്ഥാനാർത്ഥികൾക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ആശംസകൾ അറിയിക്കുന്നു.